ഇറാനിൽ യുദ്ധമുണ്ടെങ്കിൽ അത് ഖിയാമത്തിന്റെ അടയാളമാണോ? ഇന്നു ലോകത്ത് പല യുദ്ധങ്ങളും നടക്കുന്നു. ഇറാൻ, ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പുതിയ കാര്യമല്ല. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിനു മുമ്പ് യുദ്ധങ്ങൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക രാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. യുദ്ധം എന്നാൽ ഖിയാമത്ത് എന്ന് നേരിട്ട് പറഞ്ഞിട്ടില്ല. ഖിയാമത്തിന്റെ ചെറിയ അടയാളങ്ങൾ പലതും കഴിഞ്ഞു കടന്നു. അനാചാരം വ്യാപിക്കുക, അനീതിയും കൊലപാതകവും വർദ്ധിക്കുക, സമയം വേഗത്തിൽ കടക്കുക, ഇവ ലോകമൊട്ടാകെ നടക്കുന്നു. പക്ഷേ വലിയ അടയാളങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇമാം മഹ്ദിയുടെ വരവ്, ദജ്ജാൽ, ഈസ അലൈഹിസ്സലാമിന്റെ തിരിച്ചുവരവ്, സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുക, ഇവ വ്യക്തമായ അടയാളങ്ങളാണ്. അതിനാൽ ഇറാനിൽ യുദ്ധമുണ്ടായാൽ പോലും അത് സ്വതന്ത്രമായി ഖിയാമത്തിന്റെ അന്തിമഘട്ടം ആരംഭിച്ചു എന്നർത്ഥമല്ല. എന്നാൽ ഒരു സത്യവും മറക്കരുത്: ഓരോ യുദ്ധവും, ഓരോ മരണവും നമുക്ക് ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ദുനിയാവ് സ്ഥിരമല്ല. ഖിയാമത്ത് ഭയപ്പെടുത്താനല്ല, ജാഗ്രതരാക്കാനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമസ്കാരം ശരിയാണോ, വരുമാനം ഹലാലാണോ, തൗബ സത്യമായാണോ. ഒരു ദിവസം എല്ലാവരും നിൽക്കും ഒറ്റയ്ക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ. ആ ദിവസത്തിന് തയ്യാറാവുക ഇന്ന് തന്നെ.